41 ഹിന്ദു MLA മാർ, 31 ക്രിസ്ത്യൻ MLA മാർ, 30 മുസ്ലിം MLA മാർ. കേരളത്തിന്റെ UDFന്റെ ഇത്തവണത്തെ വിജയം മതസൗഹാർദ്ദത്തിന്റെ വിജയമാണ്, ബാലൻസിന്റെ വിജയമാണ്, ഒരുമയുടെ വിജയമാണ്. എല്ലാ വിഭാഗങ്ങൾക്കും നല്ല റെപ്രസെന്റേഷൻ കിട്ടുകയും അവർ ഒരുമിച്ച് വരികയും ചെയ്യുന്നതാണ്. ഇത് മതേതരത്വത്തിന്റെ അല്ല, മതസൗഹാർദ്ദത്തിന്റെ വിജയമാണ്, വർഗീയതയ്ക്കെതിരായ വിജയമാണ്. വ്യത്യസ്ത സാമുദായിക സത്വങ്ങൾ ഒരുമിച്ച് വന്ന് പരസ്പര സാഹോദര്യത്തോടെ വിദ്വേഷത്തിനും വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും എതിരെ വോട്ട് ചെയ്തതാണ്. 41 ഹിന്ദു MLA മാർ, 31 ക്രിസ്ത്യൻ MLA മാർ, 30 മുസ്ലിം MLA മാർ. കേരളത്തിന്റെ മതസൗഹാർദ്ദ മോഡൽ അതാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയൻ മോഡൽ എന്ന് പറയുന്നത്. വളരെ ഗംഭീരമായ ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടും കൂടെ കണ്ടിട്ട് വരാം. പരമ്പോര നിലപാടെടുക്കുന്ന പ്രമുഖ സമുദായ കക്ഷികൾ തോറ്റമ്പിയ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഉമർ ഫൈസിയും അടക്കം സാമുദായിക സംഘടനകളെ മുൻനിർത്തി വിലപേശിയവർക്കെല്ലാം തിരിച്ചടിയേറ്റു. ഈ സമുദായങ്ങളെല്ലാം വളരെ ബഹുമാന്യരാണ്. പക്ഷെ ഇവരെ മുൻനിർത്തി വിലപേശിയവരോ അല്ലെങ്കിൽ ഇവരെ മുൻനിർത്തി പലപ്പോഴും സാമുദായിക കാർഡ് കളിച്ചവരോ അതായത് ഈ സമുദായ നേതാക്കളൊക്കെ എന്താ പറയുക, സമുദായങ്ങൾ മോശമാണെന്നോ സമുദായ നേതാക്കൾ മോശമാണെന്നോ അല്ല, അവരെല്ലാം ബഹുമാന്യരാണ്, ആദരണീയരാണ്. എന്നാൽ നമ്മുടെ സൗഹാർദ്ദമാണ് അതുക്കും മേലെ. അതാണ് യഥാർത്ഥത്തിലുള്ള ലൈൻ. നെഹ്റൂവിയൻ മതേതരത്വമല്ല, പകരം ഗാന്ധിയൻ മതസൗഹാർദ്ദം. സമുദായങ്ങൾ എന്നും കാണും, നായർ കാണും, ഈഴവ കാണും, മുസ്ലിം കാണും, ക്രിസ്ത്യൻ കാണും, ധീവര കാണും, വെള്ളാള കാണും, ബ്രാഹ്മൺ കാണും, ക്ഷത്രിയ കാണും, അമ്പലവാസി കാണും, ആദിവാസി കാണും. പക്ഷേ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഇതൊന്നും ഈ സ്വത്വങ്ങൾ വേണ്ടാന്നല്ല. അത് വെറും ഒരു ഇമാജിനറി യുട്ടോപ്പിയൻ ഐഡിയയാണ്. പകരം യോജിപ്പിന്റെ ഭാഷയിൽ, സാഹോദര്യത്തിന്റെ ഭാഷയിൽ അവരെ ഒന്നാക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഒന്നാക്കാനല്ല, കറക്റ്റ് വാക്ക് ഒരുമിപ്പിക്കാനാണ്, ഒന്നാക്കാൻ എന്നുള്ളതല്ല, ഒരുമിപ്പിക്കാൻ കഴിയുന്നു. ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർക്കാൻ കഴിയുന്നു. സ്ഥാനാർത്ഥികളെ നിർത്താവൂ എന്ന മിഥ്യാധാരണയും ഇത്തവണ ജനം പൊളിച്ചു. കേരളത്തിലെ മുന്നണികൾ പിന്തുടർന്നു വന്ന സാമുദായിക സമവാക്യ ഒത്തുതീർപ്പ് ഫോർമുലകളെ ഇത്തവണ വോട്ടർമാർ കൃത്യമായി പൊളിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമാണ് 1000-ഓളം ക്രിസ്ത്യൻ വോട്ട് മാത്രമുള്ള തവനൂരിൽ VS ജോയ് എന്ന ചെറുപ്പക്കാരന്റെ വിജയം. 1000-ഓളം ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വലിയൊരു സല്യൂട്ടാണ്. അവരുടെ എഫേർട്ടും നന്മയും മതസൗഹാർദ്ദവുമാണ് ശ്രീ VS ജോയുടെ വിജയം. VS ജോയ് ഉഗ്രൻ കാൻഡിഡേറ്റ് ആണ്, അത് വേറെ. പക്ഷേ നമ്മൾ VS ജോയെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിരുന്നു. ആ VS ജോയുടെ വിജയത്തിന് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കാണ് സല്യൂട്ട്, നന്ദി. അതുപോലെ ശ്രീ ഷിയാസിന്റെ വിജയം. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് പാട്ടും പാടി ജയിച്ചു. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ, അവിടുത്തെ കൂടുതലും ലത്തീൻ കത്തോലിക്കരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ആ ലത്തീൻ കത്തോലിക്കരും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഷിയാസിനെ തങ്ങളുടെ നേതാവായി സ്വീകരിച്ചു. ആ സ്നേഹവും സാഹോദര്യവും കാണിച്ചു. അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വലിയൊരു നന്ദിയും കയ്യടിയും. ഇത് സാമുദായികത വേണ്ട, സ്വത്വം വേണ്ട എന്ന് പറഞ്ഞാൽ നാളെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വേറെ ആ സ്പേസിൽ ആരെങ്കിലും വന്ന് വർഗീയത ഉണ്ടാക്കി, വിദ്വേഷം ഉണ്ടാക്കി, വിഭജനം ഉണ്ടാക്കി, ഹിന്ദു മുസ്ലിം കലാപങ്ങളോ ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം വിദ്വേഷങ്ങളോ ഉണ്ടാക്കി നമ്മളെ തകർക്കും. പകരം നെഹ്റൂവിയൻ മതേതരത്വത്തിന് പകരം ഗാന്ധിയൻ മതസൗഹാർദ്ദം, ബോധപൂർവമായ എല്ലാ സമുദായങ്ങളിലേക്കും റീച്ച് ഔട്ട് ചെയ്യുക, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം നൽകുക, സാഹോദര്യത്തിന്റെ സന്ദേശം നൽകുക, അങ്ങനെ വർഗീയതയെ തോൽപ്പിക്കുക. ഇത് രണ്ട് അപ്രോച്ചാണ്. അതായത് മതേതരത്വമല്ല ബഹുസ്വരത, സെക്കുലറിസം അല്ല പ്ലൂറലിസം, മതനിരപേക്ഷതയല്ല മതസൗഹാർദ്ദം. അതാണ് ശ്രീ VS ജോയ്. അവിടെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും ശ്രീ ഷിയാസിന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും. അവിടെ സമുദായ വോട്ട് പിടിക്കാൻ CPM നിർത്തിയ സ്ഥാനാർത്ഥി തോറ്റുപോയി. കോഴിക്കോട് തിരുവമ്പാടിയിൽ സാമുദായിക സമവാക്യം കൊണ്ട് മാത്രം ജയിച്ചു കയറുമെന്നാണ് ഇടതുമുന്നണി കരുതിയത്. പക്ഷേ ഏറ്റവും കൂടുതൽ അങ്ങനെ വർഗീയതയും സമുദായം നോക്കി കളിക്കുന്നത് CPM-കാരാണ്. ഇടതുമുന്നണിക്കാരൊക്കെ പല നമ്പറുകൾ എടുക്കും, എന്നിട്ട് വെളിയിൽ വന്ന് മതേതരത്വം പ്രസംഗിക്കുകയും ചെയ്യും. അവിടെയാണ് ഗാന്ധിജി ആത്മാർത്ഥമായി സത്യസന്ധമായ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ ഗാന്ധിജിയെ കാണാൻ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട്. ഗാന്ധിജി അവരോട് പറയുന്നുണ്ട്, ഞാൻ സോഷ്യലിസ്റ്റ് ആണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ നമ്മൾ ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം, ബഹുസ്വരത, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കണം. മതേതരത്വം ഉയർത്തിപ്പിടിക്കണം എന്നല്ല, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കണം. ഇത് രണ്ടാണ്. ആ ലൈൻ വ്യത്യാസമാണ്. ആ കുബുദ്ധിയെ നാടുകടത്തി CK കാസിം. കറക്റ്റാണ്. ആ കുബുദ്ധിയെ നാടുകടത്തി CK കാസിമിനെ വിജയിപ്പിച്ചു. വാമനപുരം മണ്ഡലം സുധീർ ഷാ പാലോട് എന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പിടിച്ചത് 10,000-ലധികം വോട്ടിന്. സുധീർ ഷാ പാലോടിന്റെ ഞാൻ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ചുവരെഴുത്തുകളും മറ്റും കൊണ്ട് ഗംഭീരമായ ക്യാമ്പയിൻ. ഇതുപോലുള്ള സുധീർ ഷാ പാലോടിനെ പോലുള്ള, കാസിമിനെ പോലുള്ള, ഷിയാസിനെ പോലുള്ള, ജോയിയെ പോലുള്ള നമ്മുടെ ഐക്യത്തിന്റെ ബിംബങ്ങൾ ഉയർന്നു വരണം. ഇവിടെയും സമുദായം തിരിഞ്ഞ് വോട്ട് ചെയ്യുമെന്ന കണക്കൂട്ടൽ തെറ്റി. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായ പേരാമ്പ്രയിൽ ഇടതുപക്ഷം തന്നെ ഉയർത്തിവിട്ട സാമുദായിക ചേരിതിരിവിനിടയിലും ജയിച്ചു കയറിയത്
ഫാത്തിമ തഹ്ലിയ. നാളെ ഫാത്തിമയെ കാണുമ്പോൾ ഓള് നമ്മുടെ കുട്ടിയാണ് എന്ന് ഹിന്ദുക്കൾക്ക് പറയാൻ കഴിയണം. അതിലാണ് അതിലെ ക്യാച്ച്. കാരണം നാളെ നിങ്ങൾ ഹിന്ദു വോട്ടുകളോ മുസ്ലിം വോട്ടുകളോ ക്രിസ്ത്യൻ വോട്ടുകളോ പ്രധാനമൊന്നുമല്ല, നമ്മളെല്ലാം മതേതരന്മാരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ തീവ്ര വർഗീയവാദികൾക്ക് മതേതരത്വത്തോട് ഒരു വിരോധവുമില്ല. അവർക്ക് പേടി മതസൗഹാർദ്ദത്തെയാണ്. അവർക്ക് മതേതരത്വത്തോട് യാതൊരു വിരോധവുമില്ല. അതായത് മതേതരത്വത്തിൻ്റെ പേരിൽ നാളെ അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു 2 അമ്പലം പൊളിച്ചാൽ ഒരു പള്ളി പൊളിക്കാൻ, മുസ്ലിം പള്ളി പൊളിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 100 അമ്പലം പൊളിക്കാൻ സമ്മതിക്കും. കാര്യം അവർക്ക് അമ്പലത്തോടോ പള്ളിയോടോ ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ ക്രിസ്ത്യാനിയോടോ ഒന്നും ഒരു സ്നേഹവുമില്ല. അവർ വിരോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സാമുദായിക ചേരിതിരിവിൻ്റെയും വിഭാഗീയതയുടെയും കുത്തിരിപ്പുകാരാണ്. അപ്പം നമുക്ക് വേണ്ടത് എന്താ? ഹിന്ദു വിഭാഗങ്ങളിൽ മുസ്ലിം സഹോദരി അല്ലെങ്കിൽ മുസ്ലിം സഹോദരനോ, ക്രിസ്ത്യൻ മേഖലകളിൽ മുസ്ലിം സഹോദരനോ ഹിന്ദു സഹോദരനോ, അതുപോലെ മുസ്ലിം മേഖലകളിൽ ക്രിസ്ത്യൻ സഹോദരനോ ഹിന്ദു സഹോദരനോ ജയിക്കുന്ന രീതിയിലുള്ള ആക്റ്റീവ് മതസൗഹാർദ്ദം വേണം. ഫാത്തിമ നമ്മുടെ കുട്ടിയാണെന്ന് അവിടുത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും പറയാൻ കഴിയണം. ഒരു ചാപ്പകുത്തലും അവിടെ ഏറ്റില്ല. മുസ്ലിം സ്വാധീന മേഖലയായ നാദാപുരത്ത് നിന്ന് ജയിച്ചു കയറിയത് KM അഭിജിത്ത് എന്ന യുവാവ്. സാമുദായിക വോട്ടുകൾ ബലാബലം നിൽക്കുന്ന മഞ്ചേശ്വരത്ത് വിജയം ലക്ഷ്യമിട്ട BJPക്ക് നേടാനായത് 36% വോട്ട് മാത്രം. ഇങ്ങനെ അതായത് ഏകദേശം 50-50% ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വിഭാഗം നിൽക്കുമ്പോൾ ആ ഹിന്ദുക്കളിലെ വലിയൊരു ശതമാനം അവിടെ മുസ്ലിം കാൻഡിഡേറ്റ് ശ്രീ അഷ്റഫിനാണ് വോട്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ മതസൗഹാർദ്ദം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി മണ്ഡലങ്ങളിൽ വോട്ടർമാർ നല്ല ഉറച്ച മതേതര നിലപാടോടെ വോട്ട്. മതേതര ഇനി നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ലെഫ്റ്റ് ലിബറൽസ് ആണ് ഈ മതേതരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മതേതരമെങ്കിൽ മതേതരം, മതസൗഹാർദ്ദം, ബഹുസ്വരത, ഗാന്ധിയൻ ചിന്ത, എന്താ പറയുക, പ്ലൂറലിസം, മതാന്തര സൗഹാർദ്ദം, പേരെന്ത് വിളിച്ചാലും ആ യോജിപ്പും ഐക്യവുമാണ് നമ്മുടെ പ്രധാനം. സമുദായ നേതാക്കളൊന്നും മോശമാണെന്നോ കുറ്റം പറയുകയോ വേണ്ട. എല്ലാവരും നല്ലവരും ബഹുമാനീയരുമാണ്. പക്ഷേ അതിൽക്കും മേലെ നമുക്കൊരു മതസൗഹാർദ്ദം ഉണ്ടാവണം.